നമസ്തേ നമസ്തേ. എനിക്കിന്ന് ഷെയർ ചെയ്യാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹിന്ദുക്കൾ എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റുള്ള നമ്മുടെ സ്നേഹമതികളായ സഹോദരങ്ങളായ നമ്മുടെ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ആ, ഇസ്ലാം വിശ്വാസ വിശ്വാസത്തിലുള്ള സഹോദരങ്ങൾ, ഇവരെല്ലാം ഇവരുടെ ഗ്രന്ഥങ്ങളായ ബൈബിള്, ഖുറാൻ ഇവരെല്ലാം സ്വായത്തമാക്കിയിട്ടുണ്ട്. എന്നാൽ നമ്മളിൽ എത്ര പേർക്ക് ഭഗവത്ഗീത അല്ലെങ്കിൽ മഹാഭാരതത്തിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഗ്രന്ഥങ്ങൾ, 4 വേദങ്ങൾ അതാർക്കൊക്കെ അറിയാം? ഒരു ഹിന്ദുവിനെ എടുത്തു കഴിഞ്ഞാൽ ഹിന്ദു സമുദായത്തിൽ 100 പേരുണ്ടെങ്കിൽ വളരെ 30% 35-40% പേർക്ക് മാത്രവും, അത് ഞാൻ പറഞ്ഞത് ഓൾ ഓവർ ഇന്ത്യയിലാണ്. പിന്നെ കേരളത്തിലെടുത്താൽ അത് വെറും 5% താഴെയുള്ള ആൾക്കാർക്കും മാത്രമേ അറിയത്തുള്ളൂ എന്നുള്ളൊരു സാഹചര്യമാണ് ഇപ്പം കണ്ടുവരുന്നത്. ഇപ്പം എനിക്ക് പോലും അതിനെപ്പറ്റി വലിയൊരു ധാരണയില്ല. എന്നാൽ ഒരു ഔട്ട്ലൈൻ കാര്യങ്ങളെല്ലാം അറിയാം. അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ എനിക്ക് ഉള്ള സമയത്തിൽ ഒരു കുറച്ച് സമയം ഞാൻ ഇതിനായിട്ട് 2026 ഞാൻ ഇതിനായിട്ട് സമയം കണ്ടെത്തി. കാരണം ഒരു ദൈവികമായിട്ടുള്ളൊരു കാര്യമാണ് അത്. നമ്മുടെ തലമുറകൾക്ക് നാളെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതൊന്നും അന്യം നിന്ന് പോകരുത് എന്നോർത്തിട്ട് ഞാൻ 2026 ചെറുതായിട്ട് ഒന്ന് ഇതിനു വേണ്ടി സമയം കണ്ടെത്താറുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് ഞാൻ പറയുന്നൊരു കാര്യം, എൻ്റെ ഒരു ഏറ്റവും വലിയ റിക്വസ്റ്റാണ്. ഞാൻ ഒരു എളിയ ഒരു സഹോദരൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ കേൾക്കുക, അല്ലെങ്കിൽ ഒരു മകൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ കേൾക്കുക. പ്രായമുള്ളവർ ഒരുപാട് പേര് ഈ ചാനൽ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ പ്രായമുള്ളവർക്ക് വലിയ കുഴപ്പമില്ല, അവർക്ക് അത്യാവശ്യം കാര്യങ്ങൾ അറിയാം. പക്ഷേ എൻ്റെയൊക്കെ ഈ പ്രായത്തിലുള്ള ആളുകളോടും അല്ലെങ്കിൽ എൻ്റെയൊക്കെ അച്ഛൻ അമ്മ ആ ഒരു റേഞ്ചിനും അത്യാവശ്യം അറിയാമെങ്കിൽ പോലും വളരെ വലിയ ധാരണയില്ല. കാരണം അവർക്ക് ആ ധാരണയുണ്ടെങ്കിൽ അവർ നമ്മൾക്കത് പകർന്നു തരും. ഇപ്പോൾ മറ്റുള്ള മതത്തിലെ ആളുകൾക്ക് എത്രത്തോളം അവരുടെ വിശ്വാസങ്ങളും അവരുടെ കാര്യങ്ങളും, ഞാൻ ഒരിക്കലും പറഞ്ഞത് ഒരു തീവ്രമായിട്ട് ഇത് മതം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനല്ല. എന്നാൽ നമ്മുടെ ഋഷിവര്യന്മാർ അല്ലെങ്കിൽ നമ്മുടെ മുൻ തലമുറകളിലുള്ള ആളുകൾ പകർന്നു തന്ന ഗ്രന്ഥങ്ങൾ വായിച്ച് അറിഞ്ഞ് നമ്മുടെ തലമുറയിലേക്ക് നല്ല ആശയങ്ങൾ, അതിനകത്ത് ചീത്ത ആശയങ്ങളൊന്നും ഇല്ലെന്ന് അറിയാം. നമ്മൾ നമ്മുടെ തിരുമേനിമാരുടെയും അല്ലെങ്കിൽ നമ്മുടെ പൂജാരിമാരുടെയും കാര്യങ്ങൾ, നമ്മളിതെല്ലാം ഋഷിവര്യന്മാരെ എല്ലാം ഈ യൂട്യൂബ് ചാനലിനകത്താണെങ്കിലും പല പല വീഡിയോകൾ കാണുന്നതാണ്. എല്ലാം അതിനകത്ത് നന്മയുടെ വശങ്ങൾ മാത്രമേ ഉള്ളെങ്കിൽ പോലും നമുക്ക് ജീവിതത്തിൽ അനുവർത്തിക്കാൻ വേണ്ടി ഉള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ അത് ഈ 2026 സ്റ്റാർട്ടിങ്ങിൽ, ഇപ്പോൾ സ്റ്റാർട്ടിങ് മന്താണ്, നിങ്ങളത് ദയവ് ചെയ്ത് കുറച്ച് സമയങ്ങളെടുത്ത് പഠിക്കുക. മക്കളെ അതേപോലെ നല്ല നല്ല ക്ലാസ്സുകളിൽ, ഗീതാ ക്ലാസ്സുകളുണ്ട്, വേദങ്ങൾ എടുക്കുന്ന ക്ലാസ്സുകളുണ്ട്. പറ്റുന്ന സമയങ്ങളിലൊക്കെ അവരെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അവരെ അതിൽ ചേർക്കുക. കുറേ പരീക്ഷകളുണ്ട്. അപ്പം പരീക്ഷകളൊക്കെ വേണമെങ്കിൽ അവരെ കൊണ്ട് എഴുതിപ്പിക്കുക. അവർക്ക് എന്താ പറയുക, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ മനസ്സിലാവും, നല്ലൊരു സൽഗതി ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ വിഷ്ണു സഹസ്രനാമങ്ങൾ അതെല്ലാം നിത്യേന കേൾക്കുക. ജീവിതത്തിൻ്റെ ഒരു ജീവിത ശൈലിയാക്കുക. ഇത് രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രഭാത കൃത്യങ്ങളെല്ലാം ചെയ്തിട്ട് നിങ്ങളത് കേൾക്കുക. നിങ്ങൾ ഒരു ചെറിയ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ചെറിയ യോഗ, ഇതെല്ലാം നിങ്ങളുടെ ജീവിതശൈലിയിലേക്ക് കൊണ്ടുവരിക. ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാകും. നമ്മൾ ഹൈന്ദവത്വം പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല, നിങ്ങൾ ഇതൊക്കെ അനുവർത്തിക്കണം. അതുപോലെ വേറൊരു മെയിനുള്ള കാര്യമാണ്, ഞാൻ ഒറ്റ കാര്യം പറയാം. അതായത് മറ്റുള്ള മതസ്ഥരെ എഴുതുന്ന അല്ലെങ്കിൽ അവർ വിവർത്തനം ചെയ്യുന്നത് വായിക്കണ്ട. പ്രത്യേകിച്ച് ഞാൻ ഇന്നലെ കണ്ടു കുറേ അക്ബർ അത് ഇതൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ വിവർത്തനം ചെയ്യുന്നത്. അത് വിവർത്തനം, ഞാൻ പറയട്ടെ, മുസ്ലിം സഹോദരന്മാർ ഒരുപാട് നല്ല ആളുകളുണ്ടെങ്കിൽ പോലും നമ്മൾ പ്രത്യേകിച്ച് ഈ ഗ്രന്ഥങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഋഷിവര്യന്മാർ അല്ലെങ്കിൽ നമ്മുടെ ആളുകൾ വിവർത്തനം ചെയ്തത് മാത്രം വായിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ കാര്യങ്ങൾ നമുക്കറിയാവുന്നതിനേക്കാളും കൂടുതൽ മറ്റൊരാൾക്ക് അറിയണമെന്നില്ല. അപ്പം അങ്ങനെ ചെയ്യുമല്ലോ.